നമസ്കാരം, ഇത് ദ ഇന്ത്യൻ. വ്യോമയാന മേഖലയിൽ സജീവമാണ് അദാനി ഗ്രൂപ്പ്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നിരവധി അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളുടെ നടത്തിപ്പും അദാനി ഗ്രൂപ്പിനുണ്ട്. നമ്മുടെ തിരുവനന്തപുരം പോലെയുള്ള വിമാനത്താവളം അതിനൊരു ഉദാഹരണമാണ്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും സ്വന്തമായി ഒരു എയർലൈൻ കമ്പനി അദാനി ഗ്രൂപ്പ് നടത്തുന്നില്ല. എന്നാൽ അദാനി സ്വന്തമായി എയർലൈൻ തുടങ്ങിയേക്കുമെന്ന സൂചനകൾ ഇതിനിടയിൽ പുറത്തു വരികയാണ്. അദാനി ഗ്രൂപ്പും ബ്രസീലിയൻ വിമാന നിർമ്മാതാക്കളായ എംബ്രയറും തമ്മിലുള്ള ബിസിനസ് പങ്കാളിത്തമാണ് ഇന്ത്യൻ വ്യോമയാന മേഖലയിൽ പുതിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുന്നത്. അദാനി ഗ്രൂപ്പ് ഭാവിയിൽ സ്വന്തമായി ഒരു പാസഞ്ചർ എയർലൈൻ ആരംഭിക്കുമോ എന്നതാണ് ഇപ്പോൾ ഉയരുന്ന പ്രധാന ചോദ്യം. ഇരു കമ്പനികളും ഇത് സംബന്ധിച്ച് ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയിട്ടില്ലെങ്കിലും അദാനിയുടെ നിലവിലെ വ്യോമയാന ബിസിനസ്സുകളുമായി ചേർത്ത് നോക്കുമ്പോൾ ഇത്തരമൊരു നീക്കം തന്ത്രപരമായി ഗുണകരമാകുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. അദാനി എയർലൈൻ മേഖലയിലേക്ക് കടന്നു വന്നാൽ ഇന്ത്യയിൽ നിർമ്മിക്കുന്ന എംബ്രയർ വിമാനങ്ങളുടെ ആദ്യ ഉപഭോക്താവായി അവർ മാറിയേക്കും. ഇതോടെ വിമാനത്താവളങ്ങൾ, വിമാന നിർമ്മാണം, അറ്റകുറ്റപ്പണി, പൈലറ്റ് പരിശീലനം, ഗ്രൗണ്ട് സർവീസ് തുടങ്ങിയ വ്യോമയാന മേഖലയിലെ വിവിധ പ്രവർത്തനങ്ങളെ ഒരൊറ്റ ശൃംഖലയെ ഏകോപിപ്പിക്കാൻ ഇതിലൂടെ അദാനി ഗ്രൂപ്പിന് കഴിയും. നിലവിൽ ഇന്ത്യയിലെ വലിയ വ്യോമപാതകളിൽ എയർബസ് A320, ബോയിങ് 737 വിമാനങ്ങളാണ് ആധിപത്യം പുലർത്തുന്നത്. എന്നാൽ 80 മുതൽ 146 വരെ സീറ്റുകളുള്ള എംബ്രയർ E-Jet E2 വിമാനങ്ങൾക്ക് ചെലവ് വളരെ കുറവാണ്. ഉഡാൻ പദ്ധതിയിലൂടെ ഉയർന്നു വരുന്ന ചെറിയ നഗരങ്ങൾ തമ്മിലുള്ള യാത്രയ്ക്ക് ഇത്തരം വിമാനങ്ങൾ അനുയോജ്യമാണ്. 90 മുതൽ 110 വരെ യാത്രക്കാരുമായി സർവീസ് നടത്തുമ്പോൾ വലിയ വിമാനങ്ങൾ നഷ്ടത്തിലാകുമ്പോൾ എംബ്രയർ വിമാനങ്ങൾക്ക് എളുപ്പത്തിൽ ലാഭം ഉണ്ടാക്കാനും സാധിക്കും. എയർബസ് A320 നിയോയെ അപേക്ഷിച്ച് E195 E2 വിമാനങ്ങൾക്ക് വില കുറവായതിനാൽ എയർലൈൻ ആരംഭിക്കുന്ന ഘട്ടത്തിൽ സാമ്പത്തിക ഭാരവും കുറവായിരിക്കും. പുതിയ തലമുറ എഞ്ചിനുകളും മെച്ചപ്പെട്ട ഡിസൈനും കാരണം എംബ്രയർ E2 വിമാനങ്ങൾ മികച്ച ഇന്ധനക്ഷമതയെ നൽകുന്നുണ്ട്. ഡൽഹി, മുംബൈ, ബംഗളൂരു, ഹൈദരാബാദ്, ചെന്നൈ തുടങ്ങിയ നഗരങ്ങൾക്കിടയിലെ തിരക്കേറിയ റൂട്ടുകളിൽ 180 മുതൽ 230-ലധികം യാത്രക്കാരെ വഹിക്കുന്ന A320 നിയോ, 737 മാക്സ് പോലുള്ള വിമാനങ്ങളാണ് കൂടുതൽ സാമ്പത്തികമായി കാര്യക്ഷമം. ഇതിന് പകരം ചെറിയ നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രാദേശിക സർവീസുകളിലാണ് എംബ്രയറിൻ്റെ സാധ്യത. ഇന്ത്യയിൽ ഈ വിപണിക്ക് വലിയ സാധ്യതയുണ്ട്. ഉഡാൻ പോലുള്ള പദ്ധതികൾ വഴി ചെറിയ നഗരങ്ങളിലേക്ക് വിമാന സർവീസുകൾ വ്യാപിപ്പിച്ചിട്ടുണ്ടെങ്കിലും പല റൂട്ടുകളിലും A320 പോലുള്ള വലിയ വിമാനങ്ങൾ ദിവസേന സർവീസ് നടത്താൻ ആവശ്യമായ യാത്രക്കാരെ ലഭിക്കാറില്ല. ഇത്തരം സാഹചര്യത്തിൽ വലിയ വിമാനങ്ങൾ പകുതി സീറ്റുകളുമായി പറക്കുന്നതിനേക്കാൾ ചെറിയ എംബ്രയർ വിമാനങ്ങൾ ഉപയോഗിക്കുന്നത് കൂടുതൽ ലാഭകരമാകാം. ഉദാഹരണത്തിന് 90 മുതൽ 110 വരെ യാത്രക്കാരുള്ള ഒരു സർവീസ് A320ക്ക് സാമ്പത്തികമായി ബുദ്ധിമുട്ടുണ്ടാക്കുമ്പോൾ E195 E2 പോലുള്ള എംബ്രയർ വിമാനത്തിൽ അതേ സർവീസ് ലാഭകരമാക്കാൻ സാധിക്കും. ഇതിലൂടെ നിലവിൽ നേരിട്ടുള്ള വിമാന സർവീസുകൾ കുറവുള്ള നഗരങ്ങൾക്കിടയിൽ പുതിയ റൂട്ടുകൾ ആരംഭിക്കാനും അദാനിയുടെ സ്വന്തം വിമാനത്താവളങ്ങളിലേക്ക് കൂടുതൽ യാത്രക്കാരെ എത്തിക്കാനും കഴിയും. മുംബൈ, നവി മുംബൈ, അഹമ്മദാബാദ്, ജയ്പൂർ, ലക്നൗ, ഗുവാഹത്തി, മംഗളൂരു, തിരുവനന്തപുരം തുടങ്ങിയ പ്രധാന വിമാനത്താവളങ്ങളിലെ അദാനി ഗ്രൂപ്പിന്റെ സാന്നിധ്യം ഈ സാധ്യതയ്ക്ക് കൂടുതൽ ശക്തി നൽകുന്നുണ്ട്. ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ്, കാർഗോ, വിമാന പരിപാലനം, പൈലറ്റ് പരിശീലനം തുടങ്ങിയ മേഖലകളിലെ നിക്ഷേപങ്ങളും ഒരു പുതിയ എയർലൈന് ചെലവ് കുറയ്ക്കാൻ സഹായിച്ചേക്കാം. എംബ്രയർ വിമാനങ്ങളുടെ മറ്റൊരു നേട്ടം കുറഞ്ഞ പ്രവർത്തന ചെലവാണ്. A320 നിയോയെ അപേക്ഷിച്ച് ഓരോ സർവീസിലും കുറഞ്ഞ ഇന്ധനം ഉപയോഗിക്കാനും കുറഞ്ഞ ലാൻഡിംഗ് ഫീസ് നൽകാനും സാധിക്കും. എന്നാൽ വലിയ വിമാനങ്ങൾ പൂർണ്ണമായി നിറഞ്ഞു നിൽക്കുന്ന തിരക്കേറിയ റൂട്ടുകളിൽ ഒരു സീറ്റിൻ്റെ ചെലവ് എംബ്രയർ വിമാനങ്ങൾക്ക് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവ A320ക്കും 737നും പകരക്കാരാവില്ല. മറിച്ച് കുറഞ്ഞ യാത്രക്കാരുള്ള റൂട്ടുകൾക്ക് ഇത് മികച്ച പരിഹാര മാർഗ്ഗമാണ്. അദാനി ഗ്രൂപ്പ് എംബ്രയർ വിമാനങ്ങളെ കേന്ദ്രീകരിച്ച് ഒരു എയർലൈൻ ആരംഭിച്ചാൽ ഇന്ത്യയിലെ വലിയ എയർലൈൻ കമ്പനികളുമായി നേരിട്ട് മത്സരിക്കുന്നതിലുപരി മറ്റൊരു വിപണിയെ ലക്ഷ്യമിടാനാണ് സാധ്യത. ചെറിയ നഗരങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുകയും അവയെ പ്രധാന വിമാനത്താവളങ്ങളുമായി കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്ന ഒരു പ്രാദേശിക വ്യോമയാന ശൃംഖല സൃഷ്ടിക്കാനായിരിക്കും ഒരുപക്ഷെ അദാനി ശ്രമിക്കുക. ഔദ്യോഗികമായി എയർലൈൻ ആരംഭിക്കുമെന്നതിനെ സംബന്ധിച്ചുള്ള പ്രഖ്യാപനങ്ങളൊന്നും തന്നെ നടത്തിയിട്ടില്ലെങ്കിലും ഈ പങ്കാളിത്തം അദാനിയുടെ ഇന്ത്യൻ വ്യോമയാന മേഖലയിലെ അടുത്ത വലിയ നീക്കത്തെക്കുറിച്ചുള്ള ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്.